This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന PR പുരുഷോത്തമന്റെ നിര്യാണത്തിൽ CPIM പ്രാപ്പോയിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗവും മൗനജാഥയും സംഘടിപ്പിച്ചു. ടൗണിൽ നടന്ന മൗനജാഥയിൽ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ CPIM ലോക്കൽ സെക്രട്ടറി അഭിജിത്ത്, KM ഷാജി, KD അഗസ്റ്റിൻ, KP ഗോപാലൻ, RK പത്മനാഭൻ, ആലയിൽ ബാലകൃഷ്ണൻ, മൂകാംബിക ഭാസ്കരൻ, അനിൽകുമാർ, റോയി ജോസഫ്, സീമ മുകുന്ദൻ, KC ലക്ഷ്മണൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ അനുശോചനമറിയിച്ച് സംസാരിച്ചു. ഓരോ ആളുകളെ സംബന്ധിച്ചിടത്തോളം തീരെ നഷ്ടമുണ്ട്. തൻ്റെ ജീവിതം ദീർഘകാലം 5 പതിറ്റാണ്ടോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നാടിന്റെ ഒട്ടനവധി ഇന്ന് നാം ഈ പ്രാപ്പോയി പ്രദേശത്ത് കാണുന്ന വികസന പ്രവർത്തനത്തിന്റെ ഒക്കെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച് നല്ലൊരു നേതാവായി വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടം തന്നെയാണ്. അവിഭക്ത പ്രാപ്പോയിൽ ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇന്ന് കക്കോട് മുതൽ കോക്കടവ് വരെ CPM-ലെ തിരുമേനി ലോക്കലിനകത്ത് 8 ബ്രാഞ്ചുകളാണ്. ആ 8 ബ്രാഞ്ചുകളും ഒറ്റ ഒരു ബ്രാഞ്ചായി നിലനിന്നിരുന്ന ഒരു സമയമാണ് അന്ന്. പിന്നെ അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറിയായ കാലഘട്ടം എന്ന് പറയുന്നത് കർഷക സംഘത്തിന്റെ പാടിച്ചാല് പെരിങ്ങോം വൈക്കര വില്ലേജ് പ്രസിഡന്റ്, ഒട്ടനവധി മേഖലകൾക്കകത്ത് അദ്ദേഹം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വേർപാടത്തിൽ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേർന്നു. ഈ സർവകക്ഷി അനുശോചനം ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കന്മാരുണ്ട്. അവരെ ഈ ചടങ്ങിലെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രദേശത്ത് പാർട്ടി കെട്ടിക്കൊടുക്കുന്നതിൽ നല്ല നിലയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പുരുഷൻചാരനാണ് ഇന്നലത്തോടുകൂടി വേർപിരിഞ്ഞത്. അദ്ദേഹം കോട്ടയം ജില്ലയിൽ ജനിച്ച് അവിടെ തന്നെ പാർട്ടിയുടെയും പുരോഗമന പ്രസ്ഥാനങ്ങളിലും ഒക്കെ ആകർഷകനായി അവിടെ കുറെ കാലം പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടാണ് കുടിയേറ്റത്തിന്റെ ഘട്ടത്തിൽ പ്രാപ്പോയിൽ എത്തിച്ചേർന്നതാണ് മനസ്സിലാക്കുന്നത്. പൊതുരംഗത്ത് വളരെ സജീവമായ സാന്നിധ്യമായി നിലകൊള്ളുകയായിരുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഏത് കടന്നാക്രമണങ്ങളെയും നല്ല രാഷ്ട്രീയ വ്യക്തതയോടുകൂടി ചേർക്കാൻ സാധ്യമായിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു പുരുഷൻ ചേട്ടൻ. എന്ന നിലയ്ക്ക് ജനങ്ങൾ അറിയപ്പെടുന്നത് പുരുഷൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന
പുരുഷൻ ചേട്ടന് 84 വയസ്സ്. അദ്ദേഹം നമ്മളെ ഇന്നലെ വിട്ടുപിരിഞ്ഞു. ഇന്നലെ ഏതാണ്ട് ഈ സമയം സ്വന്തം വീട്ടിൽ ബോധരഹിതനാവുകയായിരുന്നു. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. കാക്കഞ്ചാൽ സെന്റ് സെബാസ്റ്റ്യൻസ് ഹോസ്പിറ്റലിലാണ് എത്തിച്ചത്. അവിടെ എത്തിക്കുമ്പോഴേക്കും ഡോക്ടർമാർ പരിശോധിച്ചിട്ട് വിധി എഴുതി പുരുഷൻ ചേട്ടൻ എന്നേക്കുമായി ഈ നാടിനോട് വിട പറഞ്ഞു, ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന കാര്യമായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദീർഘനാളത്തെ കമ്മ്യൂണിസ്റ്റ് പോരാളിയെയാണ് നമുക്ക് നഷ്ടമായത്. 1978 റാപ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർഷിപ്പിൽ വന്ന് അവിടെ മുതൽ ഇന്നത്തോളം 2026 നാം നിൽക്കുമ്പോഴും മെമ്പർഷിപ്പിനൊരു തകരാറ് സംഭവിക്കാതെ മെമ്പർഷിപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ പുരുഷൻ ചേട്ടന് മരിക്കാൻ കഴിഞ്ഞു എന്നതാണ്. യൂണിറ്റ് രൂപീകരിക്കാൻ പറ്റും. യൂണിറ്റ് രൂപീകരിച്ച് ഏതാണ്ട് ഒരു 11 മണി കഴിയുമ്പോഴാണ് അവിടുന്ന് പുറപ്പെടുന്നത്. രാത്രിയിലാണ് എല്ലാം ഓർമ്മയിൽ പുരുഷൻ ചേട്ടൻ ജീവിക്കും എന്നതാണ്. ഈ നാടിനെ നാടാക്കി മാറ്റാൻ അഹോരാത്രം പാടുപെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാളും പുരുഷൻ ചേട്ടൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഈ പ്രാപ്പോയിലെ മേഖലയിലെ പാർട്ടി കെട്ടിപ്പടുക്കാൻ പരിശ്രമിച്ചിട്ടുള്ള പുരുഷൻ ചേട്ടൻ, ആ പുരുഷൻ ചേട്ടന്റെ വേർപാട് അഗാധമായിട്ടുള്ള ദുഃഖവും അനുശോചനവും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ പുരുഷൻപിള്ള സഖാവ് പുരുഷൻപിള്ള എന്ന് പറയുമ്പോഴേ അറിയപ്പെടുള്ളൂ. എന്നാലും ഞങ്ങൾ പുരുഷൻപിള്ള പുരുഷൻ ചേട്ടൻ അദ്ദേഹം ആകസ്മികമായാണ് മരണപ്പെട്ടത്. വയസ്സായെങ്കിലും തളർന്ന് കിടക്കുകയും ചെയ്തിരുന്നില്ല. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇതൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണാനിടയായി. വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങളെയൊക്കെ അവിടെ ഇരുത്തി സംസാരിച്ചതിന് ശേഷമാണ് വന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലം മുതൽ ശ്രീ പുരുഷൻ ചേട്ടനെ പരിചയമുണ്ട്. ആ കുടുംബത്തെയും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് രാഷ്ട്രീയ സംഘർഷങ്ങളുണ്ടായ കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ CPIM-നെ നയിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ പുരുഷൻ ചേട്ടൻ. അദ്ദേഹത്തിന്റെ നിലപാട് ഉറക്കെ പറയാൻ ഒരു മടിയും കാണിക്കാത്ത ഒരു വ്യക്തിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ശ്രീ പുരുഷൻ ചേട്ടൻ. ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് വളരെ എന്താ പറയുക, മനുഷ്യനെ മനസ്സിലാക്കുമ്പോൾ നല്ല മനുഷ്യസ്നേഹിയായി ആണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു. ഓരോ കാലഘട്ടത്തിലുള്ള ബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ പറയുകയാണ്. ഇത്ര പെട്ടെന്ന് സംഭവിക്കുമെന്ന് ആരും കരുതിയില്ല. വാർദ്ധക്യസഹജമായ അസ്വസ്ഥത 2020 ശേഷം കുറേശ്ശെ ആരംഭിച്ചതാണ്. പക്ഷെ എന്നാലും പൊതുവായ യാത്രകളെല്ലാം കുറച്ച് വീട്ടിൽ തനിക്കാവുന്ന കാര്യങ്ങൾ ചെയ്തു വരവെയാണ് അദ്ദേഹം വളരെ പെട്ടെന്ന് നമ്മെ വിട്ടുപോയത്. ആ ഭ്രാന്തിലാണ് ചിലതെല്ലാം ജീവിച്ചിരിക്കുന്ന കാലത്തേക്കാൾ മരണശേഷം അവരുടെ പേരും പ്രശസ്തിയും നിലനിൽക്കും. അങ്ങനെ പ്രാപ്പോയിലെ പൊതുപ്രസ്ഥാനം ഉള്ളിടത്തോളം കാലം പുരുഷൻ ചേട്ടന്റെ ജീവിതം ആളുകൾ ഓർമ്മിക്കും. അദ്ദേഹത്തിന്റെ വേർപാട് ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തുന്നു.
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ചേട്ടൻ ആയിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ഉണ്ടാകും. കൃഷ്ണൻ ചേട്ടന്റെ ദേഹവിയോഗത്തിൽ പാർട്ടിക്കും ഞങ്ങൾ തന്നെ കേട്ടത് ഈ കൃഷ്ണൻ ചേട്ടന്റെ ദേവയോഗത്തിൽ നമ്മുടെ പ്രാപ്പുകളുടെ പ്രദേശത്തുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട CPM അംഗങ്ങളിലുണ്ടായിട്ടുള്ള ഈ വേർപാടും കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടവും ഇതിലുള്ള നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള അഗാധമായ ദുഃഖം അതുപോലെ അനുശോചനം രേഖപ്പെടുത്തുന്നു. നമ്മുടെ കൃഷ്ണൻ ചേട്ടന്റെ വിയോഗം വലിയ ദുഃഖമാണ് വരുത്തി വെച്ച്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.